ഹായ് ഫ്രണ്ട്സ്, ഞാൻ റീന. ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഇതുപോലെ മുടി വളർത്താൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? മുടി വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണുള്ളത് അല്ലേ? അപ്പോൾ ഇതേപോലെ മുടി വളർത്താൻ പറ്റിയ നല്ലൊരു ഔഷധ സസ്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഔഷധ സസ്യം. കയ്യൊന്നി എന്നാണ് ഇതിൻ്റെ പേര്. ഉഷ്ണരാജ്യങ്ങളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഒരു നല്ല ഒന്നാന്തരം ഒരു ഔഷധ സസ്യമാണ് ഈ കയ്യൊന്നി. കയ്യോന്നി പല പ്രദേശങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. കഞ്ഞുണ്ണി, കയ്യന്യം, കയ്യുണ്യം എന്നൊക്കെ ഇതിനെ വിളിക്കപ്പെടുന്നു. ആസ്റ്ററേസിയായി കുടുംബത്തിൽപ്പെട്ട ചെടിയാണ് ഇത്. ഈർപ്പമുള്ള സമതലങ്ങളിലും വയൽ വരമ്പുകളിലും തഴച്ചു വളരുന്ന ഈ സസ്യം മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. കരളിന് നല്ല ടോണിക്കായും ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മുടിയെ പരിപാലിക്കുന്നതിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗ്ഗങ്ങളിൽ ഒന്നാണല്ലോ എണ്ണ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് എണ്ണ പുരട്ടുക എന്നുള്ള ശീലമുള്ളവരുമാണ്. മുടി ആരോഗ്യകരവും തിളക്കമുള്ളതുമായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ധാരാളം എണ്ണകളുണ്ട്. അത്തരമൊരു എണ്ണയാണ് കയ്യോന്നി എണ്ണ അഥവാ ബൃംഗരാജ് ഓയിൽ. പൊതുവെ ബൃംഗരാജ് ഓയിൽ എന്നറിയപ്പെടുന്ന ഈ കയ്യോന്നി എണ്ണ ഉണ്ടല്ലോ, ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായിട്ട് വിവിധതരം ശിരോചർമ്മ കേശ സംബന്ധമായ പ്രശ്നങ്ങൾ മറികടക്കാനായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കേട്ടോ. ഈ എണ്ണ അതേ പേരിലുള്ള സസ്യത്തിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. ഇത് നനഞ്ഞ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണ്. പൂക്കൾ ലഭിക്കുന്ന ഈ ചെടി രണ്ട് തരത്തിലാണ്. ഒന്ന് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നതും മറ്റൊന്ന് മഞ്ഞ നിറമുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ് ഉള്ളത്. ഈ രണ്ട് തരം ചെടികളും എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷെ വെളുത്തവയാണ് കൂടുതൽ ആളുകൾ ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. നമ്മുടെ പറമ്പുകളിലും കൂടുതലായിട്ട് ഈ വെളുത്ത പൂക്കളുള്ള ചെടിയാണ് കാണപ്പെടാറുള്ളത്. ഈ കയ്യോന്നി എന്ന് പറയുന്ന ഔഷധ സസ്യം കൊണ്ടുണ്ടാക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. നിങ്ങളുടെ ശിരോചർമ്മത്തിലും മുടിയിലും ഈ എണ്ണ പുരട്ടുമ്പോൾ ഇത് തലയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും. ഇത് മുടിയുടെ വേരുകൾക്ക് കൂടുതൽ രക്തം നൽകാനൊക്കെ സഹായിക്കും കേട്ടോ. കൂടാതെ മെച്ചപ്പെട്ട രക്തചംക്രമണം രോമകൂപങ്ങളെ സജീവമാക്കുന്നു. ഇത് മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ കയ്യോന്നിയുടെ എണ്ണ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് കയ്യോന്നി ചെടിയുടെ ഇലകൾ ആദ്യം നമ്മൾ സംഘടിപ്പിച്ചെടുക്കുക. പറമ്പിൽ നോക്കുവാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലിതുണ്ടെങ്കിൽ ഈ ചെടി ആദ്യം സംഘടിപ്പിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഉലുവയാണ്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ എള്ളെണ്ണ ആയാലും വളരെ നല്ലതാണ്. ആദ്യം നമുക്ക് ഈ ഇലകൾ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കണം. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഇലകൾ അതിലേക്ക് ചേർത്തിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെ കുറഞ്ഞ ചൂടിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്തതിന് ശേഷം 5 മിനിറ്റ് കൂടെ തിളപ്പിക്കുക. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ അത് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു വൃത്തിയുള്ള ഗ്ലാസ് കുപ്പിയിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണേ. അപ്പോൾ 1 കപ്പ് വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ഉലുവയാണ് ഇടേണ്ടത്. പിന്നെ ഒരു 2 പിടി കയ്യിൽ നിറയുന്ന പോലെ 2 പിടി കയ്യോന്നിയിലകളും ഇട്ടാൽ മതിയാകും കേട്ടോ. പിന്നെ നിങ്ങൾ എത്ര വെളിച്ചെണ്ണ കൂട്ടുന്നു അതനുസരിച്ചിട്ട് ഈ ഉലുവയുടെയും കയ്യോന്നിയിലകളുടെ അളവും കൂടി നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. മുടി വളരുന്നതിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഈ കയ്യോന്നി എണ്ണ നമ്മളെ സഹായിക്കുന്നത്. തലയിലെ താരൻ അകറ്റാനും അകാലനര മാറാനും മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനും എല്ലാം നമ്മളെ ഈ എണ്ണ സഹായിക്കും കേട്ടോ. വരണ്ട ശിരോചർമ്മം പലപ്പോഴും ചൊറിച്ചിലിനും താരനൊക്കെ കാരണമാകും അല്ലേ? പക്ഷേ ഈ കയ്യോന്നി എണ്ണയ്ക്ക് ഇതെല്ലാം ഒഴിവാക്കാനുള്ള നല്ലൊരു കഴിവുള്ള എണ്ണയാണ് കേട്ടോ ഇത്. അപ്പം ഇത് ശിരോചർമ്മത്തിലേക്കും മുടിയുടെ വേരുകളിലേക്കും ആഴത്തിൽ തുളച്ച് കയറാനായിട്ടൊക്കെ സഹായിക്കുമേ. അനായാസവും വേഗത്തിലുള്ളതുമായിട്ടുള്ള ഈ ആഗീരണം ശിരോചർമ്മത്തിന് ആവശ്യമായ ഈർപ്പം നൽകുന്നു. അതുവഴി താരൻ പോലുള്ള അവസ്ഥ കുറയ്ക്കുകയും തടയുകയൊക്കെ ചെയ്യും കേട്ടോ. കൂടാതെ രോമകൂപങ്ങളെ വളർത്താനുള്ളൊരു കഴിവ് ഈ എണ്ണയ്ക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ തടയുന്നതിനും ഒക്കെ വളരെയധികം സഹായകമാണ്. പിന്നെ മുടി നരയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും നരയ്ക്കാറുണ്ട്. പക്ഷേ ചിലർക്ക് മുടി പെട്ടെന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലമൊക്കെ മുടി പെട്ടെന്ന് അകാലനര വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം മുടിക്ക് അനുചിതമായ പോഷകങ്ങൾ മൂലമുള്ള കുഴപ്പങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ എന്നിവയൊക്കെ കാരണം അകാലനര സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഈ എണ്ണ കാച്ചിയിട്ട് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അകാലനരയൊക്കെ തടയാനായിട്ട് ഇത് നമുക്ക് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ മുടിയിഴകൾ പലപ്പോഴും വരണ്ടതും മങ്ങിയിരിക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ടല്ലോ. അപ്പോൾ മുടിക്ക് അധികമായിട്ടുള്ളൊരു തിളക്കം നൽകാനൊക്കെ ഈ എണ്ണ പുരട്ടുന്നതിലൂടെ നമുക്ക് സഹായിക്കും കേട്ടോ. കൂടാതെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിട്ട് നല്ല തിക്നെസ്സോടുകൂടി തന്നെ മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഇത്.
ഇതുകൂടാതെ കഷണ്ടി ഉള്ളവർക്കും തലയിൽ സ്ഥിരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർക്ക്, സ്ഥിരമായിട്ട് തലവേദന ഉള്ളവർക്ക് എല്ലാവർക്കും ഈ കയ്യോന്നി എണ്ണ ഒരേപോലെ തന്നെ ഗുണപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഈ എണ്ണ പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്ക് ഒരു തണുപ്പ് കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ തലയിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുകയും മൈഗ്രെയിൻ, തലവേദന, മറ്റു തരത്തിലുള്ള വേദനകൾ എന്നിവയ്ക്കെതിരായിട്ട് ഏറെ ആശ്വാസം പകരുകയും ചെയ്യുമെന്നാണ് ഡോക്ടർമാരുടെയൊക്കെ അഭിപ്രായം കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ എണ്ണ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ആ എണ്ണ പുരട്ടിയിട്ടൊന്ന് ഇരിക്കണം. പിന്നെ കടുത്ത തലവേദന ഉള്ളവരൊന്നും അങ്ങനെ ഇരുന്ന് നീരിറക്കം ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അല്ലാത്തവർ ഒരു അരമണിക്കൂറെങ്കിലും അത് തലയിലൊന്ന് പിടിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ടാണോ ഷാമ്പു ഉപയോഗിച്ചിട്ടാണോ തല കഴുകാറുള്ളത് അതേപോലെ അതങ്ങ് കഴുകിക്കളയുക. ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗുണം തന്നെ കിട്ടും കേട്ടോ. ഈ രീതിയിലല്ലാതെ നെല്ലിക്ക ചേർത്തിട്ടും ഈ കയ്യോന്നി എണ്ണ ഉണ്ടാക്കാറുണ്ട്, ആവണക്കെണ്ണ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. പലരും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗത്തിലാണ് പറഞ്ഞത്. അതിൽ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ: കയ്യോന്നി, ഉലുവ, വെളിച്ചെണ്ണ. അത് 3 വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മാർഗ്ഗമാണ് പറഞ്ഞു തന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ മുടിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടുന്നവരും മുടി വളരണം എന്ന് ആഗ്രഹിക്കുന്നവരും മുടി കൊഴിച്ചിൽ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ എണ്ണ ഉണ്ടാക്കി പുരട്ടി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.